പുസ്തകം 5-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെ ഇവണ്ണ നശിക്കട്ടെ, അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. ഇവിടെ പറയാണ് ഹല്ലേലൂയ. ദെബോരയുടെ പാട്ടിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പറയാണ് അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. എത്ര അർത്ഥമുള്ളതായ ഭാഗം. ഹല്ലേലൂയ. യഹോവയെ സ്നേഹിക്കുന്നവരെ എന്തുവാണ്? സൂര്യൻ പ്രതാപത്തോടെ. ഒരു സൂര്യന് ഉദിക്കുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണ്. ഹല്ലേലൂയ. വെളിച്ചം, വെട്ടം, സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ എന്തുവാണ്? ഹല്ലേലൂയ. നമ്മൾ ഉദിപ്പിക്കുന്നത്. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നീ ഇരുട്ടിലല്ല ജീവിക്കുന്നത്, നീ അടിമയായിട്ടല്ല ജീവിക്കുന്നത്. നിന്നെ അധികാരത്തിൽ കൊണ്ടുവരും. നിന്നെ കർത്താവ് ബഹുമാനിക്കത്തക്ക രീതിയിൽ നിന്നെ ആക്കി തീർക്കും. ഒരു പ്രതാപം നിനക്ക് കർത്താവ് തരും. അതാണ് ഇവിടെ ഹല്ലേലൂയ ദെബോര പറയുന്നത്. ഹല്ലേലൂയ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ എന്ന് എഴുതി വെച്ചു. അപ്പോൾ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ നീ ഉദിച്ചു കയറും. എന്ത് ചെയ്താൽ മതി? നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. ആർക്കെങ്കിലും ഒന്ന് മുന്നോട്ട് പോകണമോ, ഒന്ന് കയറണമോ, ഉയർച്ച വേണമോ, ഹല്ലേലൂയ, നമ്മൾ അതിന്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ എന്തുവാണ്? നിന്നെ പിന്തുടരുമെന്ന് പറഞ്ഞതുപോലെ നീ കർത്താവിനെ ഒന്ന് സ്നേഹിച്ചാൽ എന്തുവാണ്? ഹല്ലേലൂയ. സൂര്യൻ പ്രതാപത്തോടെ ഹല്ലേലൂയ ഉയർത്തു വരുന്നത് പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ കർത്താവ് ഉയർത്തുവർ വിശ്വസിക്കുന്നു. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ നമ്മൾ ഉയർത്തുന്നു. കരങ്ങളിൽ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ എന്തുവാണ്? കർത്താവ് നമ്മളെ ഉയർത്തും. അതാണ് ദെബോര കർത്താവിനെ ആഴമായി സ്നേഹിച്ച ഒരു ദൈവ ഭക്തയായിരുന്നു. ആര്? ദെബോര. അവൾ പ്രവാചികയായിരുന്നുവെന്ന് നമ്മൾ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവളുടെ സമയത്ത് എന്തുവാണ്? 40 വർഷം എന്തുവാണ്? അവിടെ വലിയ സമാധാനം എന്തുവാണ് ലഭിച്ചുവെന്ന് നമുക്ക് അതിന്റെ ഒടുവിലുള്ളതായ വാക്യങ്ങൾ വായിക്കും. അതുകൊണ്ട് വായിക്കാം. 4-5 ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ. പിന്നെ ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. അപ്പോൾ പിന്നീട് ദേശത്തിന് എന്തുവാണ്? ഈ പാട്ടുപാടി അവസാനിക്കുന്നത് എന്തുവാണ്? ദേശത്തിന് 40 സംവത്സരം എന്തുവാണ്? സ്വസ്ഥതയുണ്ടായി. വളരെ സമാധാനം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ കനാന്യർ വന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ സൂര്യൻ പ്രതാപത്തോടെ എഴുന്നേൽക്കുന്നത് പോലെ എന്തുവാണ്? ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവം എന്തുവാണ്? ഹല്ലേലൂയ ആ പീഡനത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. അത് വിടുവിച്ചപ്പോൾ അവൾ പാടിയ പാട്ടാണ് ഹല്ലേലൂയ. അവനെ സ്നേഹിക്കുന്നവരെ ഹല്ലേലൂയ സൂര്യനെ പോലെ ഹല്ലേലൂയ അത് പ്രതാപത്തോട് ഉദിക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ ഒരു വലിയ മാറ്റം എന്തുവാണ്? ദെബോരയ്ക്ക് കാണുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദെബോര ചെയ്തത് എന്തുവാണ്? ദൈവത്തെ സ്നേഹിച്ചു. ഇന്ന് പോൽക്കാലം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തക്ക സമയത്ത് എന്തുവാണ്? ദൈവം എന്തുവാണ്? നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നവരെ കാര്യങ്ങൾ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. അടുത്തായിട്ട് 5-ാമത്തെ കാര്യം, നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ 5-ാമത് നമുക്ക് ലഭിക്കുന്ന കാര്യം യാക്കോബ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കഷ്ടങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്തുവാണ്? ഭാഗ്യവാന്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പോൾ ഓരോ പരീക്ഷയും എന്തുവാണ്? നമ്മളെ കൊള്ളാകുന്നവരായി തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മള് ആ പരീക്ഷയിൽ പാസ്സായി കഴിയുമ്പോൾ എന്തുവാണ്? ഞാനും നീ കൊള്ളാവുന്നവനായി തെളിയിക്കുവാനായിട്ട് കർത്താവ് ചില പരീക്ഷകള്, ചില ദുഃഖങ്ങള്, ചില കണ്ണുനീരിന്റെ അനുഭവങ്ങള്, ചില പ്രതിസന്ധികള്, ചില പ്രതികൂലങ്ങള്, ചില കഷ്ടങ്ങള് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അയക്കും. എന്നാൽ ഒടുവിൽ പറയാണ്, അതിനുശേഷം പറയാണ് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ജീവകിരീടം കൊടുക്കുന്നത്. ഹല്ലേലൂയ. നീ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ജീവകിരീടം കർത്താവ് നിനക്ക് തരുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മളെ ആരും മാനിച്ചില്ലെങ്കിൽ തന്നെയും ഇവിടെ ഒത്തിരി മാനിക്കുന്നവരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ എന്തുവാണ്? ആരെങ്കിലും ഒരു കിരീടമൊക്കെ എന്തുവാണ് നമ്മുടെ തലയിൽ ഇനിയും നമ്മളെ ബഹുമാനിച്ചുകൊണ്ടോ സ്നേഹിച്ചുകൊണ്ടോ വെച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? വാടിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ അത് ഫെയ്ഡായി പോകും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് തരുന്നതായ കിരീടം വാടാത്ത കിരീടമാണ്. കാര്യങ്ങൾ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം, അല്ലേ? എന്നാൽ
അത് ലഭിക്കണമെങ്കിൽ എന്തുവാണ് ഇവിടെ പറയുന്നത്? യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, പരീക്ഷയിലൂടെ നീ കടന്നു പോകും. എന്നാൽ ആ പരീക്ഷ സഹിച്ചുകൊണ്ട് നീ നിൽക്കുന്നുവെങ്കിൽ, നീ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, പരീക്ഷയിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചൊന്ന് പിടിച്ചു നിൽക്കണം. പരീക്ഷയിൽ പലപ്പോഴും നമ്മൾ പിറുപിറുക്കാറുണ്ട്, പരീക്ഷയിൽ പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട്, പരീക്ഷയിൽ പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. എന്നാൽ ആ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുമോ, കർത്താവേ, ഈ കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈ രോഗത്തിന്റെ മധ്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.